പ്രിയ വിദ്യാർത്ഥികളെ, 10th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 3rd യൂണിറ്റിലെ ഫസ്റ്റ് ലെസൺ അനദർ ഡേ ഇൻ പാരഡൈസ്, ഈ ലെസണുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ഏതാനും ആക്ടിവിറ്റീസ്, അപ്രീസിയേഷൻ ഓഫ് ദ സോങ്, ഇവയാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. The first activity under Let's Appreciate. Identify the poetic devices in the song and complete the table. ടെക്സ്റ്റ് ബുക്കിൽ പോയറ്റിക് ഡിവൈസസുമായി ബന്ധപ്പെടുന്ന ഒരു ടേബിൾ നൽകിയിട്ടുണ്ട്. ഈ സോങ്ങിൽ നിന്നും എടുത്ത ഏതാനും പോയറ്റിക് ഡിവൈസസും അവയുടെ ഡെഫിനിഷൻസും അതോടൊപ്പം തന്നെ അവയുടെ പേർപ്പസും ഒക്കെയാണ് ഈ ടേബിളിൽ വിശദീകരിക്കേണ്ടത്. ചിലതെല്ലാം കംപ്ലീറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അവ കംപ്ലീറ്റ് ചെയ്ത് എഴുതുക എന്നുള്ളതാണ് ആക്ടിവിറ്റി. വിദ്യാർത്ഥികൾക്ക് വേണ്ടി അതിവിടെ ചെയ്തു നൽകുന്നു. ആദ്യം പ്രധാനപ്പെട്ട പോയറ്റിക് ഡിവൈസസ്. റിഫ്രൈൻ. വിദ്യാർത്ഥികൾക്ക് അറിയാം എന്താണ് റിഫ്രൈൻ എന്നുള്ളത്. അതിൻ്റെ ഒരു ഡെഫിനിഷൻ ഇവിടെ നൽകിയത് വായിക്കാം. എ വേർഡ്, ലൈൻ ഓർ ഫ്രേസ് റിപ്പീറ്റഡ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ഇൻ എ പോയം ഓർ സോങ്. ഒരു കവിതയിൽ കൃത്യമായ ഇടവേളകളിൽ ആവർത്തിച്ചു വരുന്ന വാക്കുകൾ, വരികൾ, ഇതൊക്കെയാണ് റിഫ്രൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആവർത്തനം. ഈ സോങ്ങിൽ മനോഹരമായ റിഫ്രൈൻ ഉണ്ട്. എക്സാമ്പിൾ ഫ്രം ദ സോങ്: റിപ്പീറ്റഡ് ലൈൻസ് ഓ തിങ്ക് ട്വൈസ് എന്ന് തുടങ്ങി ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ് എന്നുള്ള വരികൾ കൃത്യമായ ഇടവേളകളിൽ ഈ സോങ്ങിൽ ആവർത്തിച്ചിരിക്കുന്നു. എന്താണ് ഇത്തരം റിഫ്രൈൻ പോയറ്റിക് ഡിവൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ പേർപ്പസ്: ടു എംഫസൈസ് ദ തീം, പറയുന്ന ആശയത്തിന് ശക്തി പകരാൻ. ടു ക്രിയേറ്റ് റിതം ആൻഡ് മ്യൂസിക്കാലിറ്റി, കവിതയ്ക്ക് ഒരു താളഭംഗിയും അതിൻ്റെ മ്യൂസിക്കൽ ക്വാളിറ്റിയും ഒക്കെ നൽകുന്നതിന് വേണ്ടി. ടു മേക്ക് ദ മെസ്സേജ് മെമ്മറബിൾ, കവിതയിലൂടെ പറയുന്ന ആശയം വായനക്കാരൻ്റെ ഓർമ്മകളിൽ നിലനിർത്തുന്നതിന് വേണ്ടിയൊക്കെയാണ് റിഫ്രൈൻ ഉപയോഗിക്കുന്നത്. മറ്റൊന്ന് സെൻസറി ഇമേജറിയാണ്. മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെടുന്ന മെൻ്റൽ പിക്ചേഴ്സ് തീർക്കാൻ, വാക്കുകൾ കൊണ്ട് ഇത്തരത്തിലുള്ള മെൻ്റൽ പിക്ചേഴ്സ് തീർക്കാൻ എഴുത്തുകാർക്ക് സാധിക്കും. യൂസ് ഓഫ് വേർഡ്സ് ടു ക്രിയേറ്റ് മെൻ്റൽ പിക്ചേഴ്സ് ദാറ്റ് അപ്പീൽ ടു ദ റീഡേഴ്സ് സെൻസസ്. ഈ കവിതയിൽ പ്രധാനപ്പെട്ട 3 സെൻസറി ഇമേജറികൾ ഉണ്ട്: വിഷ്വൽ ഇമേജറി, ഓഡിറ്ററി ഇമേജറി ആൻഡ് ടാക്ടൈൽ ഇമേജറി. എക്സാമ്പിൾ: ബ്ലിസ്റ്റേഴ്സ്, ലൈൻസ് ഓൺ ഫേസ്. ഇവ രണ്ടും വിഷ്വൽ ഇമേജുകളാണ്. തെരുവിലൂടെ അലയുന്ന സ്ത്രീയുടെ കാൽപാദങ്ങളിലുള്ള നീർക്കുമിളകൾ, വേദന നൽകുന്ന ആ മുറിവുകൾ, അത് നമുക്ക് കാണാൻ കഴിയുന്ന വിഷ്വൽ ഇമേജുകളാണ്. അതോടൊപ്പം തന്നെ ദൈന്യതയുടെ അടയാളമായി മുഖത്ത് കാണപ്പെടുന്ന ലൈൻസ്, വരകൾ, ചുളിവുകൾ. ഇവിടെ ബ്ലിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് വിഷ്വൽ ഇമേജിനോടൊപ്പം തന്നെ അവ തീർക്കുന്ന വേദനയുണ്ട്. അത് ഒരു സെൻസ് ഓഫ് ടച്ച് ഫീലിംഗ് നൽകുന്നു. അതുകൊണ്ട് അതൊരു ടാക്ടൈൽ ഇമേജിന്റെ ഉദാഹരണമായും കാണാവുന്നതാണ്. അതോടൊപ്പം തന്നെ വിമൻസ് കോൾ ഫോർ ഹെൽപ്പ്, സഹായത്തിന് വേണ്ടിയുള്ള ആ ദീനമായ ദൈന്യതയാർന്ന ആ വിളി, സഹായ അഭ്യർത്ഥന, അത് ഒരു ഓഡിറ്ററി ഇമേജ് തീർക്കുന്നു. അതോടൊപ്പം തന്നെ ആ സ്ത്രീയെ അവഗണിച്ചുകൊണ്ട് ചൂളമടിച്ച് കടന്നു പോകുന്ന വ്യക്തിയുടെ വിസിലിംഗ്, മാൻസ് വിസിലിംഗ്, അതും നമുക്കൊരു ഓഡിറ്ററി ഇമേജ് നൽകുന്നു. എന്തിനാണ് ഇത്തരം സെൻസറി ഇമേജുകൾ? ടു മേക്ക് ഇമോഷൻസ് ആൻഡ് എക്സ്പീരിയൻസസ് മോർ റിയലിസ്റ്റിക്. കവിതാ വരികളിലൂടെ പറയുന്ന വിവിധ തരത്തിലുള്ള ഇമോഷൻസ്, എക്സ്പീരിയൻസ്, ഇതെല്ലാം തന്നെ കൂടുതൽ റിയലിസ്റ്റിക് ആയിട്ട് അനുഭവ ഭേദ്യമാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം മെന്റൽ പിക്ചേഴ്സ് സൃഷ്ടിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവയെല്ലാം തന്നെ അപ്പീലിംഗ് ടു വേരിയസ് സെൻസസ്, വായനക്കാരൻ്റെ ഏതെങ്കിലുമൊക്കെയുള്ള പഞ്ചേന്ദ്രിയങ്ങളിൽ പെടുന്ന ഏതെങ്കിലും ഒരു സെൻസിനെ സ്വാധീനിക്കാനും അവയ്ക്ക് സാധിക്കും. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട പോയറ്റിക് ഡിവൈസാണ് അനഫോറ. എ വേർഡ് ഓർ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് ഈസ് റിപ്പീറ്റഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് 2 or more ക്ലോസസ്, ഫ്രേസസ് ഓർ സെന്റൻസസ്. കവിതാ വരികൾ തുടരെ വരുന്ന 2 or അതിലധികമോ വരുന്ന വരികളുടെ തുടക്കത്തിൽ ആവർത്തിക്കപ്പെടുന്ന വാക്കുകൾ, അതല്ലെങ്കിൽ ഫ്രേസുകൾ. ഈ സോങ്ങിലും മനോഹരമായ ഉദാഹരണങ്ങളുണ്ട്. ഓ ലോർഡ്സ്, ഓ ലോർഡ്സ് എന്നിങ്ങനെ തുടരെ വരുന്ന 2 വരികളുടെ തുടക്കത്തിൽ നമുക്ക് കാണാവുന്നതാണ്. അതോടൊപ്പം തന്നെ യു ക്യാൻ, യു ക്യാൻ എന്നിങ്ങനെയും ആവർത്തിച്ച് തുടരെ വരികളുടെ ബിഗിനിങ്ങിൽ വന്നത് അനഫോറ തീർക്കുന്നു. എന്തിനാണ് അനഫോറ ഉപയോഗിക്കുന്നത്? ടു ക്രിയേറ്റ് റിതം ആൻഡ് ഫ്ലോ. കവിതയുടെ വരികൾക്കൊരു താളഭംഗിയും ഒരു ഒഴുക്കും നൽകുന്നതിന് വേണ്ടി. അതോടൊപ്പം തന്നെ ടു അട്രാക്ട് ദ അറ്റൻഷൻ ഓഫ് ദി റീഡേഴ്സ്, ലിസണേഴ്സ് ഓർ ദി ഓഡിയൻസ്.
വായനക്കാരുടെ അല്ലെങ്കിൽ ഓഡിയൻസിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റാനും അനഫോറയ്ക്ക് സാധിക്കും. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട പോയറ്റിക് ഡിവൈസ് ഈ സോങ്ങിൽ ഉള്ളത് മെറ്റഫർ എന്ന ഒരു കമ്പാരിസൺ ആണ്. കമ്പാരിസൺ ഓഫ് ടു അൺറിലേറ്റഡ് തിങ്സ്. പരസ്പര ബന്ധമില്ലാത്ത രണ്ട് കാര്യങ്ങൾ, വസ്തുക്കൾ തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. ഒന്ന് മറ്റൊന്ന് തന്നെയാണ് എന്ന് പറയുന്ന തരത്തിലുള്ള കമ്പാരിസൺ. യു ആൻഡ് മീ ഇൻ പാരഡൈസ് എന്ന് പറയുന്നത് ഒരു കമ്പാരിസൺ ആണ്. ഇവിടെ മനുഷ്യരുടെ സൗകര്യപ്രദമായ ജീവിതത്തെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തിനാണ് മെറ്റഫോർ പോലുള്ള കമ്പാരിസൺ ഉപയോഗിക്കുന്നത്? ടു എക്സ്പ്ലെയിൻ ആബ്സ്ട്രാക്ട് ഓർ സിംബോളിക് ഐഡിയാസ് മോർ വിവിഡ്ലി. ചിലപ്പോഴൊക്കെ കവികൾ ഉപയോഗിക്കുന്ന മനസ്സിലാക്കാൻ പ്രയാസകരമായ, അവ്യക്തമായ അല്ലെങ്കിൽ ആബ്സ്ട്രാക്ട്, അമൂർത്തമായ, അതല്ലെങ്കിൽ സിംബോളിക് ചില സൂചനകളായി തരുന്ന കാര്യങ്ങളെ നമുക്ക് വിവിഡായി, വളരെ ക്ലിയറായി മനസ്സിലാക്കാൻ ഇത്തരം കമ്പാരിസൺ സാധിക്കും. ഉദാഹരണത്തിന് യു ആൻഡ് മീ ഇൻ പാരഡൈസ് എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? നാം സ്വർഗത്തിലാണ് എന്ന് പറയുമ്പോൾ നമുക്കൊരു സ്വർഗീയ സൗകര്യങ്ങളുള്ള ഒരു ജീവിതമാണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ആശയങ്ങളെ വ്യക്തതയോടുകൂടി മനസ്സിലാക്കാൻ മെറ്റഫർ പോലുള്ള പോയറ്റിക് ഡിവൈസിന് സാധിക്കും. നൗ ദ സെക്കൻഡ് ആക്ടിവിറ്റി, ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരുപക്ഷെ എക്സാമിൽ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യനായി ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ. വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഡു ദ മാൻസ് ആക്ഷൻസ് റിവീൽ ദ ജനറൽ ആറ്റിറ്റ്യൂഡ് ഓഫ് സൊസൈറ്റി ടു ദ ഹോംലെസ്. ഈ സോങ്ങിൽ പറയുന്ന വ്യക്തിയുടെ ആക്ഷൻസ്, അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ, അതായത് ആ ദൈന്യത നിറഞ്ഞ സ്ത്രീയുടെ അപേക്ഷ അവഗണിച്ചുകൊണ്ട് ചൂളമടിച്ച് കടന്നു പോകുന്ന ആ വ്യക്തിയുടെ ആ പ്രവർത്തനം, അത് സമൂഹത്തിന്റെ തന്നെ, നിരാലംബരായ പ്രയാസപ്പെടുന്ന ആളുകളോടുള്ള സമൂഹത്തിന്റെ തന്നെ ഒരു ആറ്റിറ്റ്യൂഡായിട്ട് കാണാവുന്ന ഒരു കാര്യമാണോ? ആണെങ്കിൽ ഗിവ് റീസൺസ്, അതിന് കാരണങ്ങൾ കൂടെ പറയുക. ഇത്തരം ഒരു ക്വസ്റ്റ്യൻ എക്സാമിൽ ചോദിക്കാൻ ഏറെ സാധ്യതയുണ്ട്. യെസ്, ആ വ്യക്തി സമൂഹത്തിന്റെ ഒരു പരിച്ഛേദമാണ്, ഒരു മോഡലാണ്. അദ്ദേഹത്തിന്റെ ആക്ഷൻസ് എല്ലാം തന്നെ പൊതുവെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് യെസ്, the man's actions in the song reveal the general attitude of society toward the homeless. ഹോംലെസ് ആയിട്ടുള്ള, നിരാലംബരായിട്ടുള്ള ജനവിഭാഗത്തോട് സമൂഹത്തിന് പൊതുവെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഈ സോങ്ങിലെ വ്യക്തിയുടെ പ്രവർത്തനങ്ങളും പ്രകടമാക്കുന്നത്. He sees the woman asking for help. അദ്ദേഹം സഹായം അഭ്യർത്ഥിക്കുന്ന ആ സ്ത്രീയെ കാണുന്നു. But chooses to ignore her. എന്നാൽ ആ സ്ത്രീയെ അവഗണിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. വാക്സ് ഓൺ വിതൗട്ട് ലുക്കിംഗ് ബാക്ക്. ആ വിളി കേൾക്കുന്ന അല്ലെങ്കിൽ ആ വിളി ഉയർത്തുന്ന ഇടത്തിലേക്ക്, ആ സ്ത്രീയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും അദ്ദേഹം ശ്രമിക്കുന്നില്ല. ആൻഡ് പ്രിറ്റൻസ് നോട്ട് ടു ഹിയർ ഹർ. അവരുടെ വിളി കേട്ടില്ല എന്ന് നടിച്ചുകൊണ്ടാണ് അദ്ദേഹം കടന്നു പോകുന്നത്. ഹിസ് വിസിലിംഗ് ആൻഡ് എംബാരസ്മെന്റ് ഷോ ഹൗ പീപ്പിൾ ഫീൽ അൺകംഫർട്ടബിൾ ബട്ട് അവോയ്ഡ് ഹെൽപ്പിംഗ്. ഇത്തരം പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ സഹായ അഭ്യർത്ഥന ആളുകൾക്ക് എത്രമാത്രം അലോസരമുണ്ടാക്കുന്നു എന്നും, എന്നാൽ അതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും സഹായിക്കാൻ തയ്യാറാകുന്നില്ല എന്നുമാണ് അദ്ദേഹത്തിന്റെ ആക്ഷൻസ് കാണിക്കുന്നത്. This shows that many in society seek the suffering of the homeless but turn away instead of offering support to or compassion. ഇത് കാണിക്കുന്നത്, അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തികൾ കാണിക്കുന്നത്, സമൂഹത്തിൽ ഒട്ടനവധി ആളുകൾ പ്രയാസം അനുഭവിക്കുന്നവരുടെ ദുരിതങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നു, എന്നാൽ മനഃപൂർവ്വം അതെല്ലാം അവഗണിച്ച് ഒരു തരത്തിലുള്ള സഹായമോ അതല്ലെങ്കിൽ കമ്പാഷൻ, അനുകമ്പയോ കാണിക്കാതെ നടന്നു കളയുന്നു. The man represents how people often ignore those in need. ഈ മനുഷ്യന്റെ പ്രവൃത്തികൾ തീർച്ചയായും പ്രതിനിധീകരിക്കുന്നത് സമൂഹത്തിന്റെ തന്നെ ഒരു ആറ്റിറ്റ്യൂഡാണ്. സഹായം അഭ്യർത്ഥിക്കുന്ന, സഹായം ആവശ്യമുള്ള ആളുകളെ ജനങ്ങൾ പലപ്പോഴും അവഗണിച്ചു കളയുന്നു എന്നതിൻ്റെ ഒരു നേർചിത്രമാണ്, അതിൻ്റെ ഒരു റെപ്രസെന്റേഷനാണ് ഈ വ്യക്തിയുടെയും പ്രവൃത്തികൾ. Now the third activity, the central theme of the song Another Day in Paradise is the social indifference to the poor and the homeless.
അനദർ ഡേ ഇൻ പാരഡൈസ് എന്ന ഈ സോങ്ങിന്റെ സെൻട്രൽ തീം, ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്നുള്ളത് സോഷ്യൽ ഇൻഡിഫറൻസ് ആണ്, സമൂഹത്തിന്റെ അവഗണന, പ്രത്യേകിച്ച് ടു ദ പുവർ ആൻഡ് ദ ഹോംലെസ്, സമൂഹത്തിൽ പാവപ്പെട്ടവരായി നിരാലംബരായി തലചായ്ക്കാൻ ഒരു ഇടമില്ലാതെ അവശത അനുഭവിക്കുന്ന ജനവിഭാഗത്തോടുള്ള അവഗണന. Write a brief appreciation of the song, focusing on its theme, images and poetic devices. ഇനി വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഈ പ്രധാന ആശയത്തെ ഫോക്കസ് ചെയ്തുകൊണ്ടും ഈ സോങ്ങിൽ ഉപയോഗിച്ചിരിക്കുന്ന വിവിധങ്ങളായ ഇമേജുകൾ ആൻഡ് പോയറ്റിക് ഡിവൈസസ് ഇതെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടും സോങ്ങിന് ഒരു അപ്രീസിയേഷൻ തയ്യാറാക്കുക എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി അത്തരത്തിലുള്ള ഒരു നോട്ട് ഓഫ് അപ്രീസിയേഷൻ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. Appreciation of the song Another Day in Paradise by Phil Collins. The song Another Day in Paradise is written and performed by Phil Collins. Phil Collins എന്നുള്ള സിംഗർ ആൻഡ് സോങ് റൈറ്റർ, അദ്ദേഹമാണ് ഇത് രചിച്ചതും അവതരിപ്പിച്ചതും. ഇറ്റ്സ് എ പോപ്പ് സോങ് ദാറ്റ് യൂസസ് എ ഫ്രീ വേഴ്സ് സ്റ്റൈൽ. ഇതൊരു പോപ്പ് സംഗീതമാണ്. ഫ്രീ വേഴ്സ് സ്റ്റൈലിലാണ് ഇത് രചിച്ചിരിക്കുന്നത്. അതായത് കൃത്യമായ റൈം സ്കീമോ മീട്രിക് പാറ്റേണോ അതല്ലെങ്കിൽ സ്റ്റാൻസ സിസ്റ്റമോ ഒന്നുമില്ലാത്ത തരത്തിലുള്ള വളരെ സ്വതന്ത്രമായ ഒരു രചനാ ശൈലി. വിത്ത് നോ സ്ട്രിക്റ്റ് മീട്രിക് പാറ്റേൺ ഓർ റൈം സ്കീം. This makes the song sound more like real life and gives it a serious and realistic style. ഈ ഫ്രീ വേഴ്സ് ശൈലിയിലുള്ള രചന ഈ ഗാനത്തിന് നാം നിത്യജീവിതത്തിൽ കാണുന്ന ഒരു സംഭവത്തെ വളരെ ഗൗരവത്തിലും അതിൻ്റെ യഥാവിധിയും അവതരിപ്പിക്കാനും ശ്രോതാക്കളിലേക്ക് എത്തിക്കാനും സാധ്യമാക്കുന്നു. ദ സോങ് ഷോസ് ദ പെയിൻഫുൾ സിറ്റുവേഷൻ ഓഫ് എ ഹോംലെസ് വുമൺ. വളരെ കഷ്ടതകൾ അനുഭവിക്കുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥയാണ് ഈ സോങ് വിശദീകരിക്കുന്നത്. ഷീ സ്ട്രഗിൾസ് ടു സർവൈവ്. തെരുവിൽ അതിജീവനത്തിന് ആ സ്ത്രീ വളരെയധികം പ്രയാസപ്പെടുന്നു. ആസ്കിംഗ് ഫോർ ഹെൽപ്പ് വൈൽ സഫറിംഗ് ഫ്രം കോൾഡ്, ബ്ലിസ്റ്റേഴ്സ് ആൻഡ് എക്സോഷൻ. ശാരീരികമായ വേദനകൾ, അവശതകൾ, അതിനുമൊക്കെ ഉപരിയായി തെരുവിൽ ഒരു സംരക്ഷണമില്ലാത്തതിൻ്റെ, ഒരു ഷെൽട്ടർ ഇല്ലാത്തത് കൊണ്ട് അതിശൈത്യം നേരിടേണ്ടി വരുന്ന അവസ്ഥ. ഇതിൽ നിന്നെല്ലാം ഒരു സഹായം ആ സ്ത്രീ അഭ്യർത്ഥിക്കുന്നു. Despite her hardship, the people around her remain indifferent. ഇത്തരത്തിലുള്ള ഒട്ടനവധി പ്രയാസങ്ങൾ ആ സ്ത്രീക്കുണ്ടെങ്കിലും തെരുവിലൂടെ കടന്നു പോകുന്ന ജനങ്ങൾ, സമൂഹം തന്നെ അതിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിച്ചുകൊണ്ട് അവരെ അവഗണിക്കുന്നു. The man passing by, whistling and feeling embarrassed represents society's attitude. തെരുവിലൂടെ കടന്നു പോകുന്ന എടുത്തു പറഞ്ഞ ഒരു വ്യക്തി, അദ്ദേഹം ഈ സ്ത്രീയുടെ ദൈന്യത കണ്ടിട്ടും കേട്ടിട്ടും അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചുകൊണ്ട് വിസിലടിച്ചുകൊണ്ട് കടന്നു പോകുന്നത് സമൂഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതായത് പീപ്പിൾ സീ സഫറിങ് ബട്ട് ചൂസസ് ടു ഇഗ്നോർ ഇറ്റ്. ഒരു വിഭാഗം ജനങ്ങൾ മറ്റൊരു വിഭാഗത്തിൻ്റെ കഷ്ടപ്പാടുകളെക്കുറിച്ച് കാണുന്നു, കേൾക്കുന്നു, എന്നാൽ അതെല്ലാം അവഗണിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. In order to add rhythm, a few rhyming words, alliteration and anaphora are used, though sparingly. അപൂർവമായിട്ടാണെങ്കിലും ഏതാനും റൈമിംഗ് വേർഡ്സും അലിറ്ററേഷനും അനഫോറയും എല്ലാം തന്നെ ഈ സോങ്ങിലുണ്ട്. അത് സോങ്ങിന് ഒരു താളഭംഗി നൽകുന്നു. The repeated lines that form the refrain emphasize the song's call to consider people in need. കവിതയിൽ പ്രധാനപ്പെട്ട ചില വരികൾ ആവർത്തിച്ച് റിഫ്രൈൻ തീർക്കുന്നുണ്ട്. അത് സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന, സഹായം ആവശ്യമുള്ള ആളുകളെ പരിഗണിക്കണമെന്ന കവിതയുടെ ആഹ്വാനത്തിന് ശക്തി പകരുന്നു. It is just another day for you and me in paradise is a powerful metaphor. നീയും ഞാനും, സിംഗറും ലിസണേഴ്സും സ്വർഗത്തിലാണെന്ന് ആവർത്തിച്ച് പറയുന്ന ഈ വരി വളരെ ശക്തമായ ഒരു മെറ്റഫർ തീർക്കുന്നുണ്ട്. It compares the comfortable life of some people to paradise, while others are trapped in misery. അതിലൂടെ അർത്ഥമാക്കുന്നത് ചില വിഭാഗം പാരഡൈസിലാണ്, എന്നാൽ മറ്റൊരു വിഭാഗം ദുരിതത്തിൽ കഷ്ടപ്പെടുന്നു, അതല്ലെങ്കിൽ തളക്കപ്പെട്ടിരിക്കുന്നു. The contrast makes listeners reflect seriously on their comforts and think about those in need of support. ഇത്തരത്തിലുള്ള കോൺട്രാസ്റ്റ് തീർക്കുന്നതിലൂടെ സൗകര്യപ്രദമായ സ്വർഗീയമായ ഒരു ജീവിതവും നരകതുല്യമായ യാതനകളും ഇത്തരത്തിലുള്ള വിപരീതം തീർത്തുകൊണ്ട് ശ്രോതാക്കളോട് വളരെ ശക്തമായിട്ട് ചിന്തിക്കാനും മനസ്സിലാക്കാനും ഈ സോങ് ആവശ്യപ്പെടുന്നുണ്ട്.
to reflect seriously on their own comfort and think about those in need of support. നമ്മുടെ സൗകര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അതോടൊപ്പം ഒട്ടും സൗകര്യങ്ങളും ജീവിത സാഹചര്യങ്ങളും ഇല്ലാത്തവരുടെ ദുരിതങ്ങളെക്കുറിച്ച് പരിഗണിക്കുകയും ചെയ്യണമെന്നുള്ള ഒരു ആഹ്വാനം. The man's whistling in response to the woman's pitiable cries for help creates resonating auditory images. ദൈന്യത നിറഞ്ഞ സ്ത്രീയുടെ സഹായാഭ്യർത്ഥനയെ പരിഹസിക്കുന്ന പോലെ അതിനെ അവഗണിച്ചുകൊണ്ട് വിസിലടിച്ചുകൊണ്ട് കടന്നു പോകുന്ന വ്യക്തിയുടെ ആ വിസിൽ ശബ്ദം നമ്മുടെയൊക്കെ കാതുകളിൽ പ്രതിധ്വനിക്കുന്ന ഒരു ഓഡിറ്ററി ഇമേജ് തീർക്കുന്നു. മേക്കിംഗ് ദ ടോൺ ഓഫ് ദ സോങ് മോർ സിമ്പത്തറ്റിക്. അത്തരം ഓഡിറ്ററി ഇമേജുകൾ ഈ സോങ്ങിൻ്റെ സിമ്പത്തറ്റിക് ടോണിന് ശക്തി പകരുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം ക്രിട്ടിക്കൽ ഓഫ് ദ സൊസൈറ്റീസ് ഇൻഡിഫറൻറ്റ് ആറ്റിറ്റ്യൂഡ്. ഇത്തരത്തിൽ സഹായം അഭ്യർത്ഥിക്കുന്ന ആളുകളെ അവഗണിക്കുന്ന സമൂഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡിൻ്റെ വിമർശനത്തിനും ഈ ഓഡിറ്ററി ഇമേജ് ശക്തി പകരുന്നു. Through the powerful themes of compassion and social awareness, the song encourages listeners to think twice about their own comfort and to act kindly toward those in need. ഇത്തരത്തിൽ അതിശക്തമായ ഒരു ആശയത്തെ അവതരിപ്പിച്ചുകൊണ്ടും സോഷ്യൽ അവയർനെസ് സാമൂഹ്യമായ അവബോധം സൃഷ്ടിച്ചുകൊണ്ടും ഈ സോങ് ശ്രോതാക്കളോട് ആഹ്വാനം ചെയ്യുന്നു, ശ്രോതാക്കൾക്ക് ശക്തി പകരുന്നു. ടു തിങ്ക് അബൌട്ട് ദെയർ ഓൺ കംഫർട്ട്. ഓരോരുത്തരും അനുഭവിക്കുന്ന സുഖസൗകര്യങ്ങളെക്കുറിച്ച് ഗൗരവത്തിൽ ചിന്തിക്കാനും ആൻഡ് ടു ആക്ട് കൈൻഡ്ലി ടുവാർഡ്സ് ദോസ് ഇൻ നീഡ്. സഹായം ആവശ്യമുള്ളവരെ, അവശത അനുഭവിക്കുന്നവരെ പരിഗണിക്കാനും അവരോട് ദയ കാണിക്കാനും. Now, next activity under Let's Perform. Shall we attempt a choreography of the song Another Day in Paradise? Prepare a script detailing the movements and gestures to capture the central idea of the song. You may perform it in groups. വിദ്യാർത്ഥികളോട് ആവശ്യപ്പെടുന്നത് ഈ സോങ്ങിന്റെ ഒരു കൊറിയോഗ്രാഫി തയ്യാറാക്കുക. ഈ സോങ് ഒരു സ്റ്റേജിൽ അവതരിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള മൂവ്മെന്റ്സ്, ജസ്റ്റേഴ്സ് ഇതെല്ലാം ഉൾപ്പെടുന്ന തരത്തിലുള്ള ഒരു കൊറിയോഗ്രാഫി സ്ക്രിപ്റ്റ് തയ്യാറാക്കാനാണ് ആവശ്യപ്പെടുന്നത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു മോഡൽ സ്ക്രിപ്റ്റ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. കൊറിയോഗ്രാഫി സ്ക്രിപ്റ്റ്. Another Day in Paradise. Scene 1. The woman's struggle. One girl plays the role of the homeless woman. ഏതെങ്കിലും ഒരു പെൺകുട്ടി ഹോംലെസ് വുമൺ എന്ന ആ ക്യാരക്ടറിന്റെ റോൾ അഭിനയിക്കാൻ വേണ്ടി സ്റ്റേജിൽ എത്തുന്നു. ഷീ ഈസ് ഷിവറിംഗ് ആൻഡ് വാക്ക് സ്ലോലി ആസ് ഇഫ് ഇൻ പെയിൻ. ആ സ്ത്രീ വിറയാർന്ന, നടക്കാൻ പ്രയാസമുള്ള ഒരവസ്ഥയിലാണ്. ആ രൂപത്തിലായിരിക്കണം മൂവ്മെന്റ്സ്. ഷീ കോൾസ് ഔട്ട് റീച്ചിങ് ഹെർ ഹാൻഡ് ഫോർവാർഡ്. കൈകൾ മുന്നോട്ട് നീട്ടിക്കൊണ്ട് യാചിക്കുന്ന രൂപത്തിൽ ആ സ്ത്രീ വിളിച്ചു പറയുന്നു. സർ, ക്യാൻ യു ഹെൽപ്പ് മീ? ഇറ്റ് ഈസ് കോൾഡ് ഐ ഹാവ് നോവെയർ ടു സ്ലീപ്. ഈസ് ദർ സംവെയർ യു ക്യാൻ ടെൽ മീ? എന്ന രൂപത്തിൽ യാചിക്കുന്നു. എ ഫ്യൂ ബോയ്സ് ആൻഡ് ഗേൾസ് ആക്ട് ആസ് പാസസ് ബൈ. തെരുവിലൂടെ കടന്നു പോകുന്ന ആൾക്കൂട്ടത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഏതാനും ബോയ്സ് ആൻഡ് ഗേൾസ് സ്റ്റേജിലുണ്ടായിരിക്കണം. ദേ വാക്ക് പാസ്റ്റ് ദ വുമൺ വിതൗട്ട് സ്റ്റോപ്പിംഗ്, ടേണിംഗ് ദെയർ ഫേസസ് അവേ ഫ്രം ഹെർ. ഈ യാചിക്കുന്ന സ്ത്രീയുടെ ശബ്ദം കേൾക്കാത്ത പോലെ, അവരെ കാണാത്ത പോലെ അവഗണിച്ചുകൊണ്ട് അവർ മുന്നോട്ട് അവരുടേതായ വഴിയിൽ കടന്നു പോകുന്നു. ഈ രീതിയിലായിരിക്കണം ബോയ്സ് ആൻഡ് ഗേൾസ് പ്രവർത്തിക്കേണ്ടത്. നൗ ദ സെക്കൻഡ് സീൻ, ദ മാൻസ് ഇൻഡിഫറൻസ്. സോങ്ങിൽ പറയുന്ന അവഗണിച്ച് കടന്നു പോകുന്ന ആ വ്യക്തിയുടെ റോളാണ് ഈ സീനിൽ അവതരിപ്പിക്കേണ്ടത്. വൺ ബോയ് പ്ലേസ് ദ റോൾ ഓഫ് ദ മാൻ. അതിനുവേണ്ടി മറ്റൊരു കുട്ടി കടന്നു വരുന്നു. ഹി ലുക്സ് അറ്റ് ദ വുമൺ, ഫീൽസ് അൺകംഫർട്ടബിൾ ആൻഡ് എംബാരസ്ഡ്, വിസിൽസ് സോഫ്റ്റ്ലി ആൻഡ് വാക്സ് ഓൺ. ആ സ്ത്രീയെ പരിഗണിക്കാതെ, കേട്ടിട്ടും കേൾക്കാത്ത പോലെ വളരെ എംബാരസ്ഡ് ആയിക്കൊണ്ട്, എന്നാൽ വിസിലടിച്ചുകൊണ്ട് അതിവേഗം കടന്നു പോകുന്നു. Another boy plays the role of the singer and stands aside watching. ഇതെല്ലാം കണ്ടുകൊണ്ട് സിംഗറുടെ റോൾ അഭിനയിക്കുന്ന മറ്റൊരു കുട്ടിയുടെ സ്റ്റേജിൽ ഉണ്ടാകണം. He cries out. ഇതെല്ലാം കണ്ടുകൊണ്ട് ആ സിംഗർ ഉറക്കെ വിളിച്ചു പറയുന്നു, "Oh Lord, is there nothing more anybody can do?" In a sympathetic tone. ആ സ്ത്രീയോട് അനുകമ്പ കാണിക്കുന്ന ഒരു സ്വരത്തിലാണ് സിംഗർ ഈ വാക്കുകൾ ഉച്ചരിക്കുന്നത്. Then he continues. വീണ്ടും സിംഗർ തുടർന്ന് പറയുന്നു, "Oh Lord, there must be something you can say." എന്നിങ്ങനെ. Then the third scene, comfort versus struggle. The boys and girls now stand as two groups. സ്റ്റേജിലുള്ള
നേരത്തെ പാസേഴ്സ് ബൈ തെരുവിലൂടെ കടന്നു പോകുന്നത് രംഗമെല്ലാം അഭിനയിച്ച ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം തന്നെ ഇപ്പോൾ 2 ഗ്രൂപ്പായി സ്റ്റേജിൽ അണിനിരക്കുക. One group stands straight with body language that shows a comfortable life, looking relaxed. അതിൽ ഒരു ഗ്രൂപ്പ് ജീവിതത്തിൽ എല്ലാ സൗകര്യങ്ങളും അനുഭവിക്കുന്ന തരത്തിലുള്ള ഒരു ശരീരഭാഷയാണ് പ്രകടമാക്കേണ്ടത്. The other group stands with gestures of suffering and pain. മറ്റൊരു ഗ്രൂപ്പ് ജീവിതത്തിൽ അവശത അനുഭവിക്കുന്ന ഒരു ഭാവമാണ് പ്രകടമാക്കേണ്ടത്. The boy playing the singer comes forward and sings ലൗഡർ. സിംഗറുടെ വേഷം അല്ലെങ്കിൽ റോൾ അഭിനയിക്കുന്ന കുട്ടി മുന്നോട്ട് വന്ന് ഉറക്കെ ആലപിക്കുന്നു അല്ലെങ്കിൽ ഉറക്കെ പറയുന്നു. ഓ തിങ്ക് ട്വൈസ് കോസ് ഇറ്റ് ഈസ് അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ്. ഈ വരികൾ വളരെ ഉച്ചത്തിൽ ആവർത്തിച്ച് പറയുന്നു. Then the final scene, encouragement and warning. All the boys and girls stand around the singer and point their fingers toward each other as a warning gesture. ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടിക്കൊണ്ട് സിംഗറുടെ ചുറ്റും അണിനിരക്കുന്നു. അവർ ഓരോരുത്തരും പരസ്പരം വിരൽ ചൂണ്ടിക്കൊണ്ട് ആസ് എ വാർണിംഗ് ജസ്റ്റർ, ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്ന ആംഗ്യഭാഷയിൽ വിരലുകൾ പരസ്പരം ചൂണ്ടിക്കൊണ്ടാണ് അവർ നിൽക്കുന്നത്. എന്നിട്ട് റിപ്പീറ്റിംഗ് ദ ലൈൻസ് 3 times, സിംഗർ നേരത്തെ ആലപിച്ച ആ വരികൾ 3 പ്രാവശ്യം ആവർത്തിക്കുന്നു. ഓ തിങ്ക് ട്വൈസ് കോസ് ഇറ്റ് ഈസ് അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ്, ഈ വരികൾ. ദെൻ ഓൾ ടേൺ ടുവാർഡ് ദി ഓഡിയൻസ് ആൻഡ് റിപ്പീറ്റ് ദ ലൈൻസ് വൺസ് മോർ. അതിനുശേഷം എല്ലാവരും നേരെ ഓഡിയൻസിന് നേരെ തിരിഞ്ഞുകൊണ്ട് ആ വരി ഒരിക്കൽ കൂടെ പറയുന്നു. The performance ends with everyone loudly chanting. അവസാനം ഈ പെർഫോമൻസ് അവസാനിപ്പിക്കുന്നു എല്ലാവരും ഓഡിയൻസിന് നേരെ തിരിഞ്ഞുകൊണ്ട് ഉറക്കെ ഉരുവിട്ടുകൊണ്ട്. Think about it 3 times in a serious tone and with serious facial expressions. Think about it എന്നുള്ളത് വളരെ ഗൗരവത്തിൽ, അതോടൊപ്പം തന്നെ ഗൗരവ സ്വരത്തിലും ഗൗരവ ഭാവത്തിലുമാണ് അത് 3 പ്രാവശ്യം ഓഡിയൻസിന് നേരെ തിരിഞ്ഞ് ആവർത്തിച്ച് ഉരുവിടേണ്ടത്. ഈ രീതിയിൽ വിദ്യാർത്ഥികൾക്ക് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി ഇത് സ്റ്റേജിൽ അവതരിപ്പിക്കാവുന്നതാണ്. ഇത്രയുമാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കാനുള്ളത്. ഇതുവരെ വിശദീകരിച്ച കാര്യങ്ങളെല്ലാം തന്നെ, പ്രത്യേകിച്ച് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ, അതോടൊപ്പം തന്നെ അപ്രീസിയേഷൻ ഓഫ് ദി സോങ്, ഇതെല്ലാം വിദ്യാർത്ഥികൾ ശ്രദ്ധാപൂർവം പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. വരും എക്സാമുകളിൽ ഇത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എഡ്യൂസ്പോർട്ട് എഡ്യൂ വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.